ചേട്ടാ, കോൺഗ്രസിന്റെ വേദികളിൽ സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിപക്ഷ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തിയിരുന്നു. ആ സമരം നടത്തിയത് CPM അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് CPM പറയുന്നത് ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നൊരു വിഷയമാണ്, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിലേക്ക് വൻ സുരക്ഷയാണ്. ഒരു സമരത്തിൽ പേടിക്കുന്നവരാണോ ഈ CPM പാർട്ടി എന്ന് പറയുന്നത്? അവരുടെ മുഖ്യമന്ത്രിക്ക് എത്ര കാവലാ ഉള്ളത്? എത്ര സെക്യൂരിറ്റി കൂടെയുള്ള 25 പോലീസോ 35 പോലീസോ? അല്ല, സമരമുഖങ്ങളുടെ പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അവരെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തീയിൽ കുരുത്ത കണ്ണൂർ പോലൊരു സ്ഥലത്ത് വാളുകൾക്കിടയിലൂടെ നടന്ന് നീങ്ങിയ മുഖ്യമന്ത്രി. അതെ, 45 പോലീസുകാർ, ബ്ലാക്ക് ക്യാറ്റും അല്ലാത്ത ക്യാറ്റും എല്ലാം കൂടെ 35 പൂച്ചകൾ കൂടെയുണ്ട്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ പൂച്ചകൾ കൂടെ നടന്ന് DYFIക്കും ഇവർക്കും കേവലം 50 പിള്ളേർ പോലും ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ്സിലെ. അവർ വളരെ അന്തസ്സോടെ ഇടിച്ചു കയറി. ഇത് എന്താണെന്നറിയോ, ഇതിനകത്തുള്ള വിഷയം എന്നറിയോ, ഇവർക്ക് ആകെ പേടിയെന്ന് പറഞ്ഞത് പോലീസ് പോലും ഈ സംഭവം അറിഞ്ഞിട്ട് അവരറിയാത്ത പോലെ നിന്നു. കാര്യം അത്ര കണ്ട് അഹങ്കരിച്ച് കുന്തിക്കളപ്പെന്ന് പറയും. അല്ല, എന്തിനാണ് സമരത്തെ ഭയക്കുന്നത് എന്നൊരു ചോദ്യമല്ലേ. ഇപ്പോൾ ഇവിടെ സമരം നടത്താത്ത ഏത് പാർട്ടിയാണുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത്? അന്ന് നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇവർ മറക്കുകയാണ്. ഒരു നിയമസഭ തന്നെ തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് AI ആണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നിയമനിർമ്മാണ സഭയാണ്. അതെ, നിയമനിർമ്മാണ സഭയിൽ സ്പീക്കറുടെ ചെയർ വരെ തല്ലിപ്പൊളിച്ച് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അതെല്ലാം AI നിർമ്മിതമാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. എന്തിനാണ് സെക്രട്ടേറിയറ്റിൽ പോയി ഇവര് രാപ്പകൽ സമരം നടത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. ഈ സമരങ്ങളെല്ലാം നടത്തിയ നേതാക്കന്മാരാണ് ഇന്ന് ഈ സമരങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടല്ലേ CPMന്റെ ഭാഗത്ത് നിന്ന്? അവർക്ക് സമരങ്ങളൊക്കെ മറന്നുപോയി. സമരം എന്തെന്നോ സമരമുഖമോ അല്ലെങ്കിൽ ഇൻകുലാബ് വിളിച്ചതോ വെയിലത്തിരുന്നതോ അവർ മറന്നു. അവരിപ്പോൾ സുഖലോലുപതയുടെ മറ്റേ മെത്തയിൽ കിടന്നുറങ്ങുകയാണ്. അവർ പട്ടുമെത്തയിൽ കിടന്നുറങ്ങി സുഖിച്ച് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഈ കൈയുടെ വലിപ്പമുള്ള ഇത്രയും വലിപ്പമുള്ള പൊരിച്ച മീന്. അത് എന്ത് മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിയാത്തുണ്ട്. കാര്യം ഞാൻ അതൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല, പേരിന് കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പാർലമെന്ററി തലത്തിൽ അത്ര കണ്ട് സുഖിച്ച് സുഖലോലുപരായി ജീവിക്കുന്ന പാർട്ടിയാണ് CPM. നിങ്ങൾ എന്താ ഈ പറയണത്? അതുകൊണ്ട് അവരിപ്പോ ആകെ ചെയ്യണത് പൊതിച്ചോറ് കൊടുക്കലാണ്. പൊതിച്ചോറ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറി എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ DYFIയും SFI എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്നൊരു ചോദ്യമല്ലേ. ഇപ്പൊ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്തുന്നു, എന്താണ് വിഷയം? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, ഒരാളുടെ വയറ്റിനകത്ത് കത്രിയിരിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന വിഷയം. ഇത് ഒന്നാമത്തെ വിഷയമല്ല, രണ്ടാമത്തെ വിഷയമല്ല. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ഓരോ സമയത്തും വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ ഇടയ്ക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയേറെ സമരങ്ങളാണ് ആരോഗ്യ മേഖലയിൽ തന്നെ നടന്നിട്ടുള്ളത്. ഡോക്ടർമാർ സമരത്തിലാണ്, നേഴ്സുമാർ സമരത്തിലാണ്. അപ്പോ യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് സമരം നടത്തുന്നത് തെറ്റാണോ? രാഹുൽ, ഇതെല്ലാം കണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റാണ്, കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ചൈനയിൽ എങ്ങനെയാണ് അടിച്ചമർത്തൽ അല്ലേ? ചൈനയിൽ ഭരിക്കുന്ന പോലെ ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ ഭരിക്കും. ഞങ്ങൾ ഭരിക്കും, നിങ്ങൾ അനുഭവിക്കണം. ഞങ്ങൾക്ക് ഇനിയും നിങ്ങൾ വോട്ട് ചെയ്യണം, ഞങ്ങൾ ഇനിയും ഭരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളുടെ നാട്ടിൽ ചില നാട്ടുമ്പുറത്തെ പിന്നെ കടുത്ത പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ ഇപ്പോഴത്തെ സഹികെട്ട് പറയുന്നൊരു വാക്കാണ് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെ പറയുള്ളൂ. യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാർ തെരുവിൽ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതെ, രക്ഷാപ്രവർത്തനം അതുകൊണ്ട് പേടിക്കും നിങ്ങൾ കരുതണം. അതുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൂടുതൽ സുരക്ഷ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അത് അവര് ജോലി അവർ ചെയ്യട്ടെ. ഈ യാത്രയെ CPM ഭയക്കുന്നുണ്ടോ? ഭയക്കുന്നുണ്ട്. അധികാരം പോകുമെന്നുള്ള ഭയം വല്ലാതെ അലട്ടുന്നുണ്ട്. അധികാരം പോകും. അധികാരം ദാ പോയി. 1 മാസം കൂടെ ഉള്ളൂ. സെക്രട്ടേറിയറ്റിൽ പോലീസിന്റെ അകമ്പടിയോടെ വന്ന് ഇറങ്ങുന്നു, സല്യൂട്ട് വാങ്ങുന്നു, കയറിപ്പോകുന്നു നോർത്ത് ബ്ലോക്കിൽ. കാണുമ്പോൾ രാജാവിന്റെ ഒരു പ്രഭ. രാജാവിന് മറ്റന്നാൾ രാജാവാകാൻ കഴിയില്ല. നിങ്ങൾ എന്താ ഈ പറയണത്? പകിട്ടും പ്രതാപവും നഷ്ടപ്പെട്ട പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പകിട്ട് പ്രതാപം തീർന്നു, സർവ്വതും തീർന്നു. എല്ലാം കടലിലേക്ക്. ആലോചിച്ചിട്ട് ഉറക്കം വരണില്ല. ആർക്ക്? ഈ പറയുന്ന സുഖലോലുപതയെ ഇരിക്കുന്നവർക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ എങ്ങനെ രാഹുലെ? പിന്നെ അല്ലെ, ഞാൻ പറയുന്നതിന് മനസ്സിലാവും, സമൂഹത്തിന് അതൊക്കെ മനസ്സിലാവും. കാര്യം നീണ്ട 10 വർഷമാണ്. ലോട്ടറി അടിച്ചതാണ് 5 കൊല്ലം കൂടെ കിട്ടിയത്. ഇവരാരും വിചാരിച്ച പോലും ഇല്ല 2ാമതൊരു ടൈം കിട്ടുമെന്നുള്ളത്. കിട്ടിയപ്പോൾ ലോട്ടറി അല്ലേ? കമലച്ചേട്ടത്തിക്കും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നമ്മളെ കണ്ണൂരുള്ള സഖാക്കളൊക്കെ പറയുന്ന കമലച്ചേട്ടത്തിക്കും മക്കൾക്കും മകൾ വീണയ്ക്കും മരുമകനും, മകൾ വീണയും മരുമകനും അവിടെ നിങ്ങൾ തിരുവനന്തപുരത്തിൽ ഷൂട്ടിങ് പോയില്ലേ? ടെക്നോ പാർക്കിനടുത്ത് അടിപൊളി പിന്നെ ഇതാണ് വാങ്ങിയിട്ടുള്ള ഒരു പുതിയ ഏതോ അപ്പാർട്ട്മെന്റോ
അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങണ്ടേ, എന്തായാലും സുഖത്തിൽ നിന്ന് പിന്മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, സുഖത്തിൽ നിന്ന് പിന്മാറുന്നതെല്ലാം ഇപ്പോൾ നമുക്കറിയാം. രാഷ്ട്രീയം എന്തിനാണ് ചെയ്യുന്നത്? അധികാരത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്നത്തെ കാലത്ത് ഏർപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ അവകാശങ്ങളോ ജനങ്ങളെ ക്ഷേമമോ ഇതൊന്നും സംരക്ഷിക്കണമെന്ന് ആർക്കുമില്ല. കൃത്യമായിട്ട് ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര വോട്ട് കിട്ടും, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് സമ്പാദിക്കാം, ഇതാണ് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും നോക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സമരം. എന്തിനാണ് സമരം? കേരളത്തിന്റെ അടിസ്ഥാനം, അതായത് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള സമരങ്ങളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ പാർട്ടികളൊന്നും ഇല്ലാത്ത കാലത്ത് നടത്തുള്ള സമരങ്ങളാണെങ്കിലും കേരളത്തെ മാറ്റിമറിച്ചത് സമരങ്ങളാണ്. ഇന്നും നമ്മൾ അവകാശത്തോടെ നടക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ യാത്രയാണെങ്കിലും സംസാരമാണെങ്കിലും നമ്മളുടെ ജീവിത ശൈലിയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സമരത്തെ ധീരതയോടെ കണ്ടിരുന്ന സഖാക്കന്മാർ, സമരം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ കെട്ടിപ്പടുത്തി എന്ന് പറയുന്ന സഖാക്കന്മാർ ഇന്ന് സമരത്തെ പേടിക്കുകയാണ്. സമരം ചെയ്യുന്നവരെ തെരുവിൽ നേരിടുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് മെഴുകുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടതാണ്, മലബാർ മേഖലയിൽ 35,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആരോഗ്യ മേഖലയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ ഡോക്ടർമാരുടെ സംഘടന WHO, അപ്പോൾ അതിന്റെ ഭാരവാഹികളായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറയുന്നുണ്ട്, നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് വലിയൊരു വിഷയമാണ്, നമ്മൾ നോക്കി കാണേണ്ടതാണ്. 35,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ ഒരു ബിസിനസ് ആണ് നോക്കുന്നത്. ബിസിനസ് പരമായിട്ട് അവർക്ക് ലാഭം മാത്രമായിരിക്കും നോക്കുന്നത്. അവർക്ക് അല്ലാതെ ഒരു അറ്റാച്ച്മെന്റും കേരളത്തോടോ ഈ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളോ ഒന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇപ്പോൾ CPM പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മറ്റ് എതിർ സംഘടനകളും കൂടെ ചേർന്നിട്ടാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കുന്ന ഇവിടുത്തെ സർക്കാർ സിസ്റ്റം തന്നെയല്ലേ? തീർച്ചയായിട്ടും സർക്കാർ തന്നെയല്ലേ. ആരോഗ്യ മന്ത്രിയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് സിസ്റ്റത്തിന്റെ പാളിച്ചയാണ് സാർ, ഇത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ, ഇപ്പോൾ ആരോഗ്യ മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ്. ആ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിക്ക് മേലിൽ ഒരു ചരട് പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല, അവർ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അവരെ മന്ത്രിയാക്കുന്നവരും മരുമകനാണ് നിർദ്ദേശിച്ചത്. അവർക്ക് മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തനം നടത്തി പോയപ്പോഴായിരുന്നു. അവരെ മരുമകന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ട് രാഹുലെ AKG സെന്ററിൽ നിന്ന്, അതായത് ഈ മരുമോന്റെ നിർദ്ദേശപ്രകാരമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി നടത്തേണ്ട പത്രസമ്മേളനം ഒന്ന് മുഖ്യമന്ത്രി ഗവൺമെന്റ് കാലത്ത് അതേപോലെ തന്നെയാണ് ഈ നിമിഷം വരെ ശ്രീമതി പറഞ്ഞതല്ലാതെ ശൈലജ ടീച്ചറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ? ഇല്ല. അവര് ഈ പറയുന്ന മന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കണം. അവരുടെ കാലത്തല്ല അന്ന് കത്തി വയറ്റിലോട്ട് പോയത്. അല്ല, ഇത് ഇപ്പോ നിയമസഭയിൽ വരെ നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് ഏത് കാലത്താണ് നടന്നത് എന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ കാലത്ത് കണ്ടെത്തിയോണ്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ. എന്ത് മറുപടിയാണ് ഇത് UDF-ന്റെ കാലത്താണോ സംഭവിച്ചത് എന്ന് നോക്കണമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. അത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രിയുടെ സംസാരം നിയമസഭയിൽ പോലും നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് പറയണം. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ വിവരം അറിയുന്നു. എന്താ ശിവൻകുട്ടി എന്താ പറഞ്ഞത്? അതെ, മന്ത്രി ശിവൻകുട്ടി അദ്ദേഹമാണല്ലോ സമരങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് നിയമസഭയിലെ അദ്ദേഹത്തിന്റെ മികവാർന്ന പോരാട്ടം. അദ്ദേഹം അവസാനം അയ്യോ അമ്മ അയ്യോ എന്ന് പറഞ്ഞ് വീഴുന്നത് നമ്മൾ കണ്ടെങ്കിലും നിയമസഭയിൽ ഉശിരോടെ സമരം നടത്തിയ ഒരു നേതാവ് തന്നെയാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് സമരത്തെ. അപ്പൊ രാവിലെ ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി രക്ഷാപ്രവർത്തനത്തിന് DYFIക്കാർ വന്നിട്ട് ഇനി അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിയാറായി. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറയില്ലേ? അല്ല, ആളിക്കത്തിയാലും ഇല്ലെങ്കിലും സമരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സംഘടനകൾ സമരത്തെ ഭയപ്പെടുമ്പോൾ അവര് ഭയപ്പെടും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം, അവിടുത്തെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, തിരുവനന്തപുരത്തെ ആ 50-ലധികം വരുന്ന ചെറുപ്പക്കാർ അവിടെ ഇടിച്ചു കയറിയില്ലേ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ അവർക്ക് ഷേക്കൻഡ് കൊടുക്കും എന്നുള്ള കാര്യമാണ് ഇതിനകത്തുള്ള കാര്യം. കാര്യം അത്രയ്ക്ക് മലീമസമായിട്ടുണ്ട്. പിന്നെ എന്താണെങ്കിലും വരും ദിവസങ്ങൾ നമുക്ക് കാണാം അവരെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നു. യൂത്ത് കോൺഗ്രസ് കുട്ടികളെ DYFIക്കാര് രക്ഷാപ്രവർത്തനമൊക്കെ അങ്ങ് മടക്കി വെക്കേണ്ടി വരും. ഇതിനി 1 മാസം കൂടെ ഉള്ളു. പിള്ളേർ കൈവിട്ട പോലെയാണ്. പണി തിരിച്ചു വാങ്ങാതെ DYFIക്കാർ നോക്കിയാൽ അവർക്ക് നല്ലത്.